കണ്ണൂരിൽ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. തമിഴ്നാട് സേലം സ്വദേശികളുടെ മകൻ 5 വയസ്സുകാരൻ ഹരിത്താണ് മരിച്ചത്. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. കൂടുതൽ വിവരങ്ങൾ പറയും. സ്മിത, സങ്കടകരമായ വാർത്തയാണ് കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്നത്. മെയ് 31 തീയതിയാണ് പയ്യാമ്പലത്തെ വാടക ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ച് ഈ 5 വയസ്സുകാരനെ തെരുവ് നായ കടിച്ചത്. മുഖത്തായിരുന്നു പ്രധാനമായും അന്ന് കടിയേറ്റത്. സാരമായി തന്നെ പരിക്കേറ്റിരുന്നു. കണ്ണൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് ആദ്യം പ്രവേശിപ്പിച്ചിരുന്നത്. ഈ പേവിഷബാധയുടെ തുടർന്നുള്ള പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെ എടുത്തു വരികയായിരുന്നു. അതിനിടെ 10 ദിവസം മുമ്പ്, അതായത് കൃത്യം പറഞ്ഞാൽ 12 ദിവസം മുമ്പ് ആ കുട്ടിയുടെ ആരോഗ്യനില കൂടുതൽ വഷളായി. അങ്ങനെയാണ് പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയെ മാറ്റിയത്. അവിടെ ചികിത്സയിലിരിക്കെ ഇപ്പോൾ ആ കുട്ടിയുടെ മരണം സംഭവിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് മുഖത്ത് കടിയേറ്റത് കൊണ്ട് തന്നെ ഈ പ്രതിരോധ കുത്തിവയ്പ് എടുത്താൽ പോലും പെട്ടെന്ന് തലച്ചോറിനെ അത് ബാധിക്കും എന്നായിരുന്നു ഈ കുട്ടിയെ ചികിത്സ ഡോക്ടർമാർ ഉൾപ്പെടെ പറഞ്ഞത്. അങ്ങനെ ഈ തലച്ചോറിനെ ബാധിച്ചതിനെ തുടർന്നാണ് കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായത്. പരിയാരം മെഡിക്കൽ കോളേജിലെ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കൂടിയായിരുന്നു ചികിത്സ മുന്നോട്ട് പോയത്. അതിനിടെയാണ് ആ കുട്ടിയുടെ മരണം സംഭവിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസമായി കണ്ണൂർ ജില്ലയുടെ വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ച് നഗരപ്രദേശത്ത് ഉൾപ്പെടെ ഈ തെരുവുനായയുടെ ശല്യം രൂക്ഷമായി തന്നെയുണ്ട്. നിരവധി പേരെ ഈ തെരുവുനായ കടിക്കുകയും ചികിത്സ തേടുകയും ഇത്തരത്തിലുള്ള ഗുരുതരമായി പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ പയ്യാമ്പലത്ത് അവർ താമസിക്കുന്ന വീടിന് തൊട്ട് സമീപമാണ് ഈ 5 വയസ്സുകാരൻ ഹരിത്തിന് തെരുവുനായയുടെ കടിയേറ്റത്. തമിഴ്നാട് സേലം സ്വദേശികളുടെ മകനാണ്, സ്വദേശികളായിട്ടുള്ള ദമ്പതികളുടെ മകനാണ് ഹരിത്ത്. 5 വയസ്സുള്ള ഹരിത്തിനാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത് ഈ തെരുവുനായ ആക്രമണത്തെ തുടർന്ന് എന്നതാണ് വളരെ ദാരുണമായിട്ടുള്ള സംഭവം. എന്തായാലും ഈ ജില്ലയിൽ നിരവധി പേർക്ക് ഇപ്പോഴും ഈ തെരുവുനായ കടിയേറ്റതുമായി ബന്ധപ്പെട്ട് അവർ ചികിത്സ തേടുകയോ അല്ലെങ്കിൽ ഇത്തരം പ്രതിരോധ കുത്തിവയ്പ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രൂക്ഷമായ സാഹചര്യം ജില്ലയിൽ എന്തായാലും ഉണ്ട്. ഗൗരവമേറിയ സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇപ്പോൾ 5 വയസ്സുകാരനാണ് കണ്ണൂരിൽ ചികിത്സയിലിരിക്കെ പേവിഷബാധയേറ്റ് ചികിത്സയിലിരിക്കുകയായിരുന്നു മരിച്ചത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി ചേർന്നത്.